ജനവിധി അംഗീകരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് അണ്ണാ ഹസാരയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അർജുൻ പീതാംബരൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുനുള്ളത് ബിജെപിയുടെ ഓഫീസിന് മുന്നിലാണ്. നേരത്തേക്ക് അർജുൻ സംസാരിക്കുന്നത് ആ ഉത്സവ ആഘോഷത്തിന്റെ ലഹരിയിൽ അല്ലെങ്കിൽ ആ ശബ്ദമേളത്തിൽ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നമുക്കിനി അറിയേണ്ട കുറെ കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായും ഡൽഹിയുടെ അമരത്തേക്ക് ആരെ ബിജെപി കൊണ്ടുവരും, ആരായിരിക്കും ആ സർപ്രൈസ് എൻട്രി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ജയിച്ച സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ കേൾക്കാത്ത പേരുകൾ അധികാരത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിലും അങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് എൻട്രിക്ക് സാധ്യതയുണ്ടോ? ആര്യ, സർപ്രൈസ് എൻട്രിക്ക് തന്നെയാണ് ചാൻസ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസ് എൻട്രികളെ ഉണ്ടാവൂ. കാരണം അവിടെ ഒരിക്കലും ഒരു നേതാവിന് വന്ന് ഞാനാകും മുഖ്യമന്ത്രി, എന്നെ ആക്കണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ നമുക്ക് കുറച്ച് പ്രഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കാം. ഒന്ന്, ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിനെ തന്നെ പരാജയപ്പെടുത്തി വിജയത്തിന്റെ വെന്നിക്കൂടി പാടിച്ച പർവേഷ് വർമ്മ. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടെയാണ്. അദ്ദേഹത്തിന് പരിഗണന നൽകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊന്ന്, കൈലാഷ് ഗെഹ്ലോട്ടാണ്. ആം ആദ്മി പാർട്ടിയിൽ മുൻപ് കെജ്രിവാൾ സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു. ആം ആദ്മി പാർട്ടി വിട്ട് അഴിമതി ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചാണ് അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും MLA സ്ഥാനവും രാജിവെച്ച് BJP-യിലേക്ക് വരുന്നത്. BJP ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകുന്നു. അദ്ദേഹം വിജയിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ബിജ്വാസിൽ സീറ്റിൽ നിന്നും അദ്ദേഹം വിജയിക്കുന്നു. അദ്ദേഹത്തിനൊരു വിദൂര സാധ്യതയെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. സാധാരണ മറ്റൊരു പാർട്ടിയിൽ നിന്നും വന്ന് വിജയിക്കുന്ന ഒരാൾക്ക് BJP അങ്ങനെ വലിയ സ്ഥാനമാനങ്ങൾ, മുഖ്യമന്ത്രി പോലുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല. എങ്കിലും അതൊരു ഡിസ്റ്റന്റ് ആയിട്ടുള്ളൊരു സാധ്യതയായിട്ട് നമുക്ക് കണക്കുകൂട്ടാം. മറ്റ് രണ്ടുപേർ MP-മാരാണ്. ഒന്ന്, മനോജ് തിവാരി, അദ്ദേഹത്തിന് പരിഗണനയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന്, 1993 BJP അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്നത് സുഷമ സ്വരാജാണ്. പിന്നീട് കേന്ദ്രമന്ത്രി അടക്കമായിരുന്നു. അവരുടെ മകൾ ന്യൂഡൽഹിയിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തി വിജയിച്ച ബാൻസുരി സ്വരാജിന്റെയും പേരിപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. BJP ഒരു അർജുൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സംസ്ഥാനങ്ങളിലും BJP-യെ സംബന്ധിച്ചുള്ള ഒരു വനിതാ മുഖ്യമന്ത്രിമാരില്ല. അപ്പോൾ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട രാജ്യതലസ്ഥാനത്ത് തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഇറക്കിക്കൊണ്ട് കൂടുതൽ ജനകീയ മുഖമാണ് BJP-യുടേത്, സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സമയത്ത് ഒരുപക്ഷെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ സ്മൃതി ഇറാനി തിരിച്ചു വന്നേക്കും. അല്ലെങ്കിൽ സ്മൃതി ഇറാനി കാരണം ഒരല്പം ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന്. അപ്പം ആ പേരും കേട്ടിരുന്നു, മീനാക്ഷി ലേഖിയുടെ പേരും കേൾക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു സർപ്രൈസ്, ഒരു പക്ഷേ ജാതീയമായ ഘടകങ്ങൾ, അതൊക്കെ ചില സ്റ്റേറ്റുകളിലൊക്കെ അതിൻ്റെ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ കാലാവസ്ഥകൾ ഒക്കെ അനുസരിച്ച് അവതരിപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഡൽഹിയിൽ എന്തായിരിക്കാം കരുതി വെച്ചിരിക്കുക? തീർച്ചയായിട്ടും വളരെയധികം സാധ്യതയുള്ളൊരു പേരാണ് ബാൻസുരി സ്വരാജിൻ്റേത്. പ്രധാനമായിട്ടും BJP-ക്ക് വനിതകളുടെ പിന്തുണ അത്രത്തോളം ലഭിച്ചിട്ടുണ്ട്. 48% അല്ലെങ്കിൽ അതിലധികം വനിതകൾക്കാണ് BJP-ക്കൊപ്പം നിന്നതും അവരുടെ വോട്ടുകളെല്ലാം തന്നെ BJP-യെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾ, ആ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അതടക്കം പരിഗണിച്ചാണ് ഒരുപക്ഷെ ഒരു വനിതാ മുഖം വരാം മുഖ്യമന്ത്രിയായി എന്നുള്ള കാര്യം ഇപ്പോൾ പറയപ്പെടുന്നത്. ആ കാര്യം കൂടി പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാൻസുരി സ്വരാജിന്റെ പേര് ഉയർന്നു വന്നാൽ അതിൽ ഒരിക്കലും തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷേ അപ്പോഴും അവരെ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ടതുണ്ട്. അതെല്ലാം സാധ്യമാക്കിയെടുക്കാൻ BJP-ക്കുള്ള നിലവിലെ മാൻ പവർ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അവരുടെ പേരടക്കം ഈ പ്രധാനപ്പെട്ട ഈ 4 പേരുകളുണ്ട്. ഒപ്പം തന്നെ BJP-യുടെ മറ്റു മുതിർന്ന നേതാക്കളുടെ എല്ലാം പേരുകൾ പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഇതെല്ലാം വന്നു ചെന്ന് എത്തുന്നത് 2 നേതാക്കളുടെ തീരുമാനത്തിലേക്കാണ്. ഒന്ന്, നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. മറ്റൊന്ന്, BJP-യിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും അധികം തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള, ശേഷിയുള്ള രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഇവർ രണ്ടുപേരും എടുക്കുന്ന പേരുകളായിരിക്കും, തീരുമാനങ്ങളായിരിക്കും ഏതായാലും ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇന്ന് രാത്രി ഡൽഹി BJP-യുടെ ദേശീയ ആസ്ഥാനത്ത് ഈ 7 മണിയുടെ പ്രധാനമന്ത്രിയുടെ വരവിൽ നമ്മൾ പലതും പ്രതീക്ഷിക്കണമല്ലേ? പഴയതുപോലെയുള്ള പല സംസ്ഥാനങ്ങളിലും അങ്ങനെ BJP-ക്ക് വെല്ലുവിളി നിറഞ്ഞ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി എൻട്രി അത് തന്നെ ഒരു ഷോ ആയിരുന്നു. ഇന്നിപ്പോൾ 27 വർഷത്തിന് ശേഷം BJP-യുടെ കൈകളിലേക്ക് ഭരണം എത്തുന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ചത് മോദി തന്നെയാണ്. അപ്പോൾ മോദിയുടെ വരവിൻ്റെ പ്രത്യേകത പറയാൻ പോകുന്നതും വളരെ കൗതുകവും പ്രതീക്ഷയുമുള്ള കാര്യങ്ങളാണല്ലേ?
തീർച്ചയായിട്ടും വളരെയധികം ഉറ്റുനോക്കപ്പെടുന്നുണ്ട് നരേന്ദ്രമോദി എന്ത് സംസാരിക്കുമെന്നുള്ളത്. കാരണം നേരിട്ട് അദ്ദേഹം പല തരത്തിലും അല്ലെങ്കിൽ പല തവണയും അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള യുദ്ധത്തിന് അദ്ദേഹം മുഖാമുഖം നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. 2014 അരവിന്ദ് കെജ്രിവാൾ വാരാണസിയിൽ നരേന്ദ്രമോദിയെ എതിർക്കാൻ പോയ സമയത്ത് തൊട്ട് ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്ന തലത്തിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ അപ്പോഴും വളരെയധികം എന്താ പറയുക സ്വകാര്യമായിരുന്നു അല്ലെങ്കിൽ പേഴ്സണൽ ആയിരുന്നു നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 2015 അദ്ദേഹത്തിന് പ്രചാരണം നടത്തി, പക്ഷേ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. 2020 നരേന്ദ്രമോദി നേരിട്ട് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ടും 8 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി. ബാക്കി 62 സീറ്റ് നേടി ആം ആദ്മി പാർട്ടിയുടെ ഒരു അപ്രമാദിത്വമായിരുന്നു. അവർ അത്രത്തോളം മികച്ച വിജയമായിരുന്നു നേടിയെടുത്തത്. ഇവിടെ തമ്പടിച്ച് തന്നെ ക്യാമ്പ് ചെയ്ത്, അതായത് മറ്റ് തിരക്കുകൾ അടക്കം മാറ്റിവെച്ച് നരേന്ദ്രമോദി പങ്കെടുത്ത അനേകം റാലികളുണ്ട്. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും അദ്ദേഹം 6-ൽ കൂടുതൽ 7, 8, 9 റാലികൾ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. അവിടെയെല്ലാം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യം വെച്ചായിരുന്നു, അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതിയിൽ ലക്ഷ്യം വെച്ചായിരുന്നു. അതെല്ലാം കുറിക്കുകൊള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഫലങ്ങൾ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രവർത്തകരോട് എന്താണ് പറയാനുള്ളത്, ആം ആദ്മി പാർട്ടിക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്, കോൺഗ്രസിനോട് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ സഖ്യം എന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യം മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതായിരിക്കില്ല സ്ഥിതി എന്നടക്കം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ കൊടുക്കാൻ പോകുന്ന സന്ദേശം എന്തായിരിക്കും എന്നുള്ളതടക്കം വളരെയധികം ഉറ്റുനോക്കപ്പെടുന്നു. ഈ വർഷം തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പും വരുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് നരേന്ദ്രമോദി ആ ഒരു പ്രസംഗം അല്ലെങ്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. BJP വലിയ രീതിയിലുള്ള ലീഡ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നു. രാത്രി 7:30 ശേഷം അദ്ദേഹം ആസ്ഥാനത്തെത്തും, പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രവർത്തകർക്ക് തന്നെയാണ് ഏറ്റവും അധികം അദ്ദേഹം നന്ദി പറഞ്ഞിരിക്കുന്നത്, അവരെയാണ് അഭിനന്ദിച്ചിരിക്കുന്നത്. എന്തായാലും നേരിട്ട് അദ്ദേഹം എന്ത് പറയുമെന്നുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് രാജ്യം, പ്രത്യേകിച്ചും BJP പ്രവർത്തകർ ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്.